ടി.വി.കെ നേതാവ് വിജയുടെ വീട്ടിൽ ബോംബ് ഭീഷണി. ചെന്നൈ നീലങ്കരയിലുള്ള താരത്തിന്റെ വസതിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു അജ്ഞാതന്റെ ഭീഷണി ഫോൺ കോൾ. പോലീസ് പുലർച്ചെ വീട്ടിൽ പരിശോധന നടത്തി. ഭീഷണി വ്യാജമെന്നാണ് നിഗമനം. അജയ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. അജയ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ ഭീഷണി വ്യാജമെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് പുലർച്ചെ തന്നെ വിജയുടെ വീട്ടിലെത്തി, നീലങ്കരയിലുള്ള വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പോലീസിന് അത്തരത്തിലുള്ള ഒരു വിവരം വ്യാജമാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഇന്ന് പുലർച്ചെ ആണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. വിജയുടെ വീട്ടിൽ ടി.വി.കെ നേതാവ് വിജയുടെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അതിനെ തുടർന്ന് പോലീസ് നേരെ നടന്റെ വീട്ടിലേക്ക് എത്തുകയും തെരച്ചിൽ നടത്തുകയുമായിരുന്നു. എന്നാൽ നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനു മുൻപും ഇത്തരം ഭീഷണികൾ താരത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. കരൂർ ദുരന്തം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ താരത്തിന്റെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. അത് വിജയ് കരൂരിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തി. ആ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ വന്നത്, വിജയുടെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അന്ന് രാത്രി തന്നെ പോലീസ് വിജയുടെ വീട്ടിലെത്തുകയും തെരച്ചിൽ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. അന്ന് അർദ്ധരാത്രി ഒരുപാട് ഒരു നേരം വൈകിയ സാഹചര്യത്തിലാണ് പോലീസ് താരത്തിന്റെ വീട്ടിൽ തെരച്ചിൽ നടത്തുന്നത്. അതിനുശേഷം ഇന്ന് വരെ താരത്തിന്റെ വീട്ടിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പോലീസ്. മറ്റ് പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റ് രോഷപ്രകടനങ്ങളോ താരത്തിന്റെ വീടിന് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് നിഗമനമുണ്ട്. ചില വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിജയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ താരത്തിന്റെ വീടിന് നേരെ ഉണ്ടാകുമോ എന്നുള്ള സംശയം കാരണം വിജയുടെ വീടിന് നിലവിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ച സാഹചര്യമാണ്. അത്തരമൊരു അവസ്ഥയിൽ കൂടിയിട്ടാണ് ഈ ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം വരുന്നത്. ഇതിനിടെ ടി.വി.കെ ഈ ഹൈക്കോടതി ടി.വി.കെക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഈ പരാമർശങ്ങൾ അത് പിൻവലിക്കണം എന്നുള്ള ഒരു രീതിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ദുരന്തം നടന്നപ്പോൾ ടി.വി.കെ പ്രവർത്തകർ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല, നിരുത്തരവാദിത്തപരമായിട്ടാണ് പെരുമാറിയത് എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ, വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ടി.വി.കെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പല ഹർജികളും നാളെ പരിഗണിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു BJP നേതാവ് നൽകിയിട്ടുള്ള ഹർജി അത് സുപ്രീം കോടതിയിലുണ്ട്. അതുപോലെ തന്നെ ഈ ടി.വി.കെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ജോയിന്റ് ജനറൽ സെക്രട്ടറിയും ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഒരു അപേക്ഷ, അത് ഉൾപ്പെടെ അതിൻ്റെ ഹർജിയും ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്.